ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കഴിഞ്ഞ ദിവസം ഞങ്ങളും പിന്നെ റാഷിൻ്റെ ഫ്രണ്ടും ഫാമിലിയൊക്കെ ആയിട്ട് ബീച്ചിൽ സ്റ്റേ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അന്നവിടെ ബാർബിക്യൂ അടിക്കലും ചൂണ്ടയിടലും ഒക്കെ ആയിട്ട് അന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ആദ്യം കാണിച്ചത് കുറച്ച് മസാല എക്സ്ട്രാ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഞങ്ങൾ രണ്ടിടത്തുനിന്നും പ്ലാൻ ചെയ്തിട്ട് 2 തരത്തിലാണ് ഫുഡ് കൊണ്ടുപോകുന്നത്. പിന്നെ ഇത് മയോണൈസാണ് കേട്ടോ. പിന്നെ അതുപോലെ ചിക്കൻ പച്ച കളറിലുള്ള മസാലയാണ് നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അവരവിടെ നിന്ന് ചുവന്ന മസാലയാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ റൈസായിട്ട് നമ്മൾ മന്തി റൈസും അവർ നെയ്ച്ചോറ്. ഇത് ഞങ്ങൾ നേരത്തെ തലേദിവസം തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുത്തത്. പിന്നെ ഒരു ചാർജർ വെക്കുന്നുണ്ട്, അതുപോലെ തന്നെ കത്രിക, പിന്നെ ചൂണ്ടിടാനുള്ള സംഭവങ്ങളൊക്കെ. ഇതൊരു ഐസ് ബോക്സ് ആണ് കേട്ടോ. അതിനകത്തുണ്ട് ചൂണ്ടിടാനുള്ള ചെമ്മീനും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ അത് അവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 8 മണി 8 ആയപ്പോഴത്തേനും അവർ നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ റാഷൻ സിദ്ധിയും പാട് സാധനങ്ങൾ ഒട്ടുമിക്കതും വണ്ടിയിലേക്ക് കൊണ്ടുവച്ചു. സിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഷിൻ്റെ ഫ്രണ്ട്. പിന്നെ ഇതാ പ്ലേറ്റും കരി കത്തിക്കാനുള്ള അതിൻ്റെ പേരെനിക്കറിയില്ല. പിന്നെ ഈ ഒരു വീശറി എടുത്തിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഇതാ വണ്ടിയിലേക്ക് വെച്ചിട്ടുണ്ട്. ചോറൊക്കെ ആ കുക്കറോടുകൂടി തന്നെ എടുത്ത് ചൂടാറുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പോരിനേലും കുറച്ച് മുന്നേ റൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പോണ വഴിക്ക് ഒരു ഷോപ്പിൽ കയറി അവിടുന്ന് കരി മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ കത്തിക്കുന്നത് അത് തികയൂല. അപ്പോൾ ഇതൊരു ബോട്ടിൽ ലൈറ്റർ ഫ്ലൂയിഡാണിത്. ഇതൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കത്തിക്കാനുള്ള ലൈറ്ററില്ലേ, അത് വേണമായിരുന്നു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് എടുക്കാനുണ്ടായിരുന്നത്. ഈ ഒരു ചാക്ക് കരിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിന്. ഇപ്പം നേരെ ബീച്ചിലേക്കാണ്. നമ്മുടെ അവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂറോളം യാത്ര ഉണ്ട് കേട്ടോ. അൽഗാരിയ ബീച്ചിലേക്കാണ് നമ്മൾ പോണത്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ വഴിയൊക്കെ തെറ്റിട്ട് എവിടേക്കോ ചെന്നെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കറക്റ്റ് ലൊക്കേഷനിലെത്തി. നമ്മളിവിടെ എത്തിയപ്പോഴത്തേനും ഓൾമോസ്റ്റ് എല്ലാ കൂടാരത്തിലും ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങേറ്റത്തെ 2 ഒഴിവുണ്ടായിരുന്നു. അതിലൊരെണ്ണത്തിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ഒഴിവുണ്ടായിരുന്നതിൽ നമ്മൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ആൾക്കാരായി. ഒന്നാമത്തെ ഇപ്പോൾ വെക്കേഷൻ ടൈം അല്ലേ. ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൽ ഈ ബീച്ചിൽ വന്നിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മളും വിചാരിച്ചു ഇവിടെ വരുമ്പോൾ ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളും ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ വിചാരിച്ചതിനേക്കാൾ അപ്പുറമായിരുന്നു, നല്ല തണുവായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇവിടെ 2 ഇടത്തായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്രില്ല് ചെയ്യാനുള്ളത് മാത്രം ഇവിടെ വെച്ചിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ആ ഒരു കുട പോലെയല്ലേ അതിൻ്റെ അടിയിലായിട്ടാണ് വെച്ചത്. ഇനിയിപ്പോൾ ഗ്രില്ല് ചെയ്യാനുള്ള പണി തുടങ്ങണം. ഇതൊന്ന് കത്തിച്ച് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും. കത്തി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് കേട്ടോ. ഇവിടുത്തെ എല്ലാ ബീച്ചുകളും ഇതുപോലെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ളതാണ്. വാഷ്റൂമും അതുപോലെ തന്നെ അടുത്ത് തന്നെ വേസ്റ്റ് ഇടാനുള്ള സംഭവങ്ങളും ഒക്കെ പാടായിട്ട് നല്ല സൗകര്യങ്ങളാണ്. ഇതിൻ്റെ അടിയിലായ ഒരു ഷീറ്റ് വിരിച്ചിട്ട് നമ്മൾ കൊണ്ടുവന്ന ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചതിനേക്കാളും കളറായിരുന്നു അന്നത്തെ പരിപാടി. ഇത് ആ ഫ്രണ്ടിൻ്റെ പിള്ളേരാണ് കേട്ടോ. അവർ വീട്ടിൽ നിന്ന് കളിക്കാനുള്ള ടോയ്സും കാര്യങ്ങളും അതുപോലെ ബീച്ചിൽ കുളിക്കാനുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് സെറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. വന്ന പാടെ തന്നെ അവരുടെ കളി സാധനങ്ങളൊക്കെ എടുത്തിട്ട് കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കരി കത്തിക്കുന്ന പണി ഒരാണുങ്ങൾക്കാണ് കേട്ടോ. നമ്മൾ പെണ്ണുങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അവരിവിടെ ആ പാക്കറ്റൊക്കെ പൊട്ടിച്ച് ഇനി ഇതിൽ കത്തിക്കാനുള്ള പണി തുടങ്ങണം. ഇതൊന്ന് കത്തിയൊന്ന് കനലായിട്ട് കിട്ടാനായിട്ട് കുറച്ചധികം സമയം വേണം. അവരിത് കത്തിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഇവിടെ വലിയ റോളൊന്നുമില്ല. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനും ഫ്രണ്ടിൻ്റെ വൈഫുണ്ട്, അവളും കൂടെ ഇവിടെ മൊത്തം ഒന്ന് കറങ്ങി കാണാൻ വേണ്ടിയിട്ട് പോയി. അറ്റത്തൊരു ചെറിയൊരു വെട്ടം കാണില്ലേ, അത് ആൾക്കാർ ഞണ്ടിനെ കുത്താൻ വേണ്ടിയിട്ട് കടലിലേക്ക് ഇറങ്ങിയേക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ മൊത്തം ഒന്ന് കറങ്ങി നടന്നു വന്നപ്പോഴത്തേനും ഇവരിവിടെ ചിക്കൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ട് ഇനി അടുത്ത പരിപാടി ചൂണ്ടിടലാണ്. അപ്പം
അപ്പം നമ്മൾ കൊണ്ടുവന്ന മസാലയും അതുപോലെ തന്നെ ചെമ്മീനും ആ ഒരു പാത്രത്തിനുള്ളിലുണ്ടായിരുന്നു. അങ്ങനെ റാഷിദ അവിടെ ചെമ്മീനൊക്കെ കട്ട് ചെയ്തിട്ട് കൊളുത്തുമ്മൽ ഇങ്ങനെ വെക്കുന്നുണ്ട്. ഗ്രില്ല് ചെയ്യലും അതുപോലെ തന്നെ വെള്ളത്തിലിറങ്ങലും ഒക്കെ പാടെ നടക്കുന്നുണ്ട്. എല്ലാവരും മാറി മാറി നിന്നിങ്ങായിട്ട് ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കണേ. പിന്നെ ഞങ്ങളവിടെ ഗ്രില്ല് ചെയ്യാനിരുന്ന് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യം വെച്ച് ചിക്കൻ ഇവിടെ ആയിട്ടുണ്ട്. ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. എല്ലാ സാധനങ്ങളും എടുത്ത് പക്ഷേ ഓയിൽ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നില്ല. ചിക്കൻ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. പിന്നെ ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും ചിക്കൻ. പക്ഷെ അതവിടെ വീട്ടിലെടുത്ത് വെച്ചിട്ട് എടുക്കാനായിട്ട് മറന്നുപോയി. മസാല തേക്കുന്ന സമയത്ത് ഓയിൽ ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് പിന്നെയും ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ആ ഒരു ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ടൈമിൽ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കുള്ളൂ. ഇതും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ലാസ്റ്റായിട്ടുള്ള ചിക്കനും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം അവർ കൊണ്ടുവന്നിട്ടുള്ള മറ്റേ ചിക്കനും കൂടെ ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ അതും ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതേ അടുത്തത് ഈ ചിക്കനും കൂടെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. ആ ഏറ്റത്തൊരനക്കം കണ്ടില്ലേ, അത് ആൾക്കാർ ഇതുപോലെ ഞണ്ട് കുത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കണതാണ് കേട്ടോ. പിന്നെ കുളിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങണതാണ്. നാട്ടിലെ പോലെ പേടിക്കാനില്ല കേട്ടോ. ഇവിടെ കടലിൽ ഇങ്ങനെ അധികം തിര ആഴം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾക്ക് കഴുത്തറ്റം വരെ വെള്ളത്തിൽ സുഖമായിട്ട് ഇറങ്ങി നിൽക്കുക. അങ്ങനത്തെ പേടിക്കാനുള്ളതൊന്നുമില്ല. അവരവിടെ മറ്റേ ഫ്ലാഷ് അടിച്ചിട്ട് ഞണ്ടിനെ കുത്തണതാട്ടാ. ഇവിടെ റാശി ചൂണ്ടിട്ടിട്ട് മീനേയും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈപ്പ് മീനാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനെ കൊണ്ട് നമ്മൾ പാത്രത്തിലിട്ടിട്ട് പിന്നെ കടലിൽ നിന്ന് തന്നെ വെള്ളം എടുത്തിട്ട് ആ വെള്ളമാണ് കേട്ടോ അതിൽ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പം പിന്നെ ചാവാണ്ട് നിന്നോളും കുറേ നേരം. മൂപ്പരാൻ ഏകദേശം സെറ്റായി വന്നപ്പോഴത്തേനും റാഷിദ അടുത്തതിനെയും കൊണ്ടുവരുന്നുണ്ട്. 3-4 എണ്ണത്തിനൊന്ന് അടുപ്പിച്ച് കിട്ടിയിട്ടാ. പക്ഷെ കിട്ടിയതൊക്കെ ഈ ഒരു മീൻ തന്നെയാണ്. ഈ ചൂണ്ടിടലും മീനെ കിട്ടലൊക്കെ ആയപ്പോൾ ആ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞങ്ങളും ചുമ്മാ ഒന്ന് വെറുതെ വെള്ളത്തിലേക്ക് ഇറങ്ങി.
മീൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളവിടെ ദൈവത്തിന് റാഷിദ അടുത്ത മീനും പിടിച്ചിട്ടുണ്ട്. ഈ മീനൊന്നും നമ്മൾ ഗ്രില്ല് ചെയ്യാന്ന് ആദ്യം വിചാരിച്ച്, പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോൾ ഫുഡൊക്കെ ബാക്കിയാണ്, വയറ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് എടുത്തില്ല മീൻ. അങ്ങനെ കുറേ നേരമൊക്കെ വെള്ളത്തിൽ നിന്നിട്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഫുഡ് കഴിക്കൽ പരിപാടി തുടങ്ങി. ഒരു ഫാമിലി ഇപ്പം നാട്ടിൽ നിന്ന് വന്നതാട്ടോ. അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല മാങ്ങച്ചാറും മാങ്ങുപ്പിലിട്ടതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാ ചോറൊക്കെ വിളമ്പി തുടങ്ങി. ഇനിയിപ്പം നേരെ ഫുഡ് കഴിക്കലാണ്. ഇവർ കണ്ണൂരുള്ളവരാണ് കേട്ടോ. കണ്ണൂർക്കാരെ ഫുഡിൻ്റെ ടേസ്റ്റ് പറയേ വേണ്ടല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മാങ്ങച്ചാറൊക്കെ. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാ സാധനങ്ങളും വണ്ടിയിലേക്ക് കൊണ്ടുവച്ചു. ഫ്രൂട്ട്സും പിന്നെ ചൂണ്ടിടുന്ന സംഭവങ്ങളും മാത്രം അവിടെ വെച്ചിട്ട് ബാക്കി എല്ലാം എടുത്ത് വണ്ടിയിലേക്ക് വെച്ചു. വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തൊട്ടടുത്ത് തന്നെ വലിയ വേസ്റ്റ് ബാസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേസ്റ്റൊക്കെ മാറ്റിയതിന് ശേഷം ബാക്കി ഫുഡും കാര്യങ്ങളും ഒക്കെ അതേ വണ്ടിയിലേക്ക് വെച്ചു. ഫുഡൊക്കെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും കൂടെ വെള്ളത്തിലൊക്കെ ഇറങ്ങി. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ വന്നിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് അതും കഴിച്ചു. ആൾക്കാരൊക്കെ ഉറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരിപ്പോഴൊന്നും പോവില്ല. ഇവരിനി നേരം വെളുത്തതിന് ശേഷമാണ് പോവുള്ളൂ. കുട്ടികളൊക്കെ അത് അവിടെ തകൃതിയായിട്ട് കളിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. നേരം വെളുപ്പാങ്കാലം ആയപ്പോഴത്തേനും നമ്മൾ സൈഡായിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഗത്തേക്ക് മാത്രം ക്യാമറ ഫോക്കസ് ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രൻ ഇങ്ങനെ താന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഫുള്ളായിട്ട് താഴ്ന്ന വരെ വീഡിയോ എടുത്തതാണ്. അതിങ്ങനെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇനിയിപ്പം ഞങ്ങൾ പോവാറായിട്ട് ഏകദേശം ഒരു 3 മണി 3:10 ആയപ്പോഴത്തേനും നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബാർബിക്യൂ ചുട്ട കനലില്ലേ, അതവിടെ മണ്ണിൽ കുഴി കുത്തിയിട്ട് ഈ കനലതിനകത്തേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കനൽ കെടുത്തതിന് ശേഷം മണ്ണിട്ട് മൂടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ടിട്ട് നമ്മൾ നേരെ പോന്നു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്കാണ് കേട്ടോ. പോണ വഴിക്ക് ചായ കുടിക്കാൻ എന്നൊക്കെയുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പറ്റിപ്പോയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരാണുങ്ങൾ മാത്രമായി. ബാക്കി ഞങ്ങൾ 2 പേരും കുട്ടികളും ഒക്കെ സൈഡായിട്ടുണ്ടായിരുന്നു. പിന്നെ വീട് എത്തിയപ്പോഴാണ് ഞങ്ങൾ എണീറ്റത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. പുതിയൊരു വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.